എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു പൗഡർ രൂപത്തിലുള്ള ഫെർട്ടിലൈസറും അതുപോലെ തന്നെ നമ്മുടെ റോസയൊക്കെ ഉണങ്ങി നിന്ന് പോകത്തില്ലേ, ചിലവരുടെ മിക്കവരുടെ കംപ്ലൈൻറ്റ് പറയാറുണ്ട്, റോസ 2-3 പ്രാവശ്യം പൂക്കളൊക്കെ തന്നിട്ട് പിന്നെ അങ്ങ് ഉണങ്ങി പോകുന്ന പോലെ പോവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് കമ്പങ്ങ് പിഴുതും കളയും അല്ലേ, ചൂടോടുകൂടി പിഴുത് കളയും, മൊത്തം ഉണങ്ങിപ്പോവും. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, അത് ഉണങ്ങാൻ തുടങ്ങുന്ന ആ ഒരു അവസരത്തിൽ നിങ്ങൾ ഒരിക്കലും അത് കളയാൻ ശ്രമിക്കരുത്. അതിൽ നിന്നും നമുക്ക് പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും പൂക്കളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീഡിയോയിൽ പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. റോസയെ സ്നേഹിക്കുന്നവരൊക്കെ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. എത്ര കമ്പൊന്ന് ഉണങ്ങി നിന്നെന്നും പറഞ്ഞാൽ ആ റോസ പോയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കാണാൻ സാധിക്കും കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മുടെ റോസ ഇതുപോലെ നല്ല തളിർത്ത് നല്ല മൊട്ടുകളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കത്തില്ല ഈ ഒരു കാര്യം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്താണ്. അതായത് നമ്മുടെ ഏറ്റവും അടിയിൽ നിന്ന് ഇതുപോലെ 7 ഇതളുള്ള എന്താ പറയുക ഒരു ശിഖരം ഇങ്ങനെ വളർന്നു വരുന്നതാണ്. നമ്മളതിനെ മേളിലെ നല്ല തളിർപ്പൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് കാട്ട് ആണ്. അപ്പോൾ ഇത് ഈ ഒരു അവിടം വെച്ച് അങ്ങ് കട്ട് ചെയ്ത് നമ്മൾ കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു സാധാരണ ഇല എന്ന് പറയുമ്പോൾ 5 ഇതളാണ് കാണുന്നത്. ഇലയ്ക്ക് 5 ഇലകളാണ് കാണുന്നത്, 5 ഇതൾ പോലെ അല്ലേ. അപ്പോൾ ഇത് കണ്ടോ, ഇതിന് കണ്ടോ 2, 4, 6, 8 ഇതളുണ്ട്. ഇത് കണ്ടോ, ഇത് 5 എണ്ണമുള്ള ആകെ. അപ്പോൾ ഈ ഏറ്റവും അടിയിൽ ഇങ്ങനെ വളർന്നു വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് വേഗം കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മേളത്തെ ആ പൂക്കളൊക്കെ മുരടിച്ചു പോവുകയും ആ റോസ തന്നെ മുരടിച്ചു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കാൻ മറക്കല്ല കേട്ടോ. ഇനി ഈ ഒരു റോസ് നോക്കിയേ, ശിഖരങ്ങളെല്ലാം കറുത്ത് ഒരു സൈഡ് മാത്രമുള്ളായിരുന്നു ഒരു പച്ച നിറം. റോസ ഫുള്ളായിട്ട് പോയതായിരുന്നു. എന്നിട്ടത് ഞാൻ രക്ഷിച്ചോട്ട് വന്നതാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം കണ്ട് ഇതിനകത്ത് ഇപ്പോൾ 2 പൂക്കൾ വരുന്നുണ്ട്. മൊത്തം 3 മൊട്ടുകളുണ്ട്. ചെറിയൊരു ശിഖരത്തിലാണ് ഈ 2 പൂക്കളും മൊട്ടുകളും ഒക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റോസ ഇതിൻ്റെ താഴെ വരെ പോയിട്ട് ഒരു ശിഖരം പോലും ഇല്ലാതെ കറുത്ത് നിൽക്കുമായിരുന്നു. ഒരു ചെറിയ പച്ചപ്പ് മാത്രമേ ഉള്ളായിരുന്നു എന്ന് പറയാം. അങ്ങനെ നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ ഈ റോസയെ രക്ഷിച്ചുകൊണ്ട് വന്നത്. എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോണം. അപ്പം നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള റോസകൾ കളയരുത്. നമ്മൾ വെറുതെ കാശ് കൊടുത്ത് മേടിക്കുന്ന റോസ നഷ്ടപ്പെടുത്തി കളയരുത് ഇങ്ങനെ വരുമ്പം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ കറുത്ത കമ്പുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്, അത് ഞാൻ കട്ട് ചെയ്ത് വിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പച്ച കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ റോസ് നമുക്ക് നശിച്ചു പോകത്തില്ല, നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. കണ്ടോ, നിറയെ മൊട്ടുകൊണ്ട് ഇനിയിപ്പോൾ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്നതാണ് ശേഖരം. അവിടെ എല്ലാം നല്ല പുതിയ തളർപ്പുകൾ വരും. അപ്പോൾ അതിനായിട്ട് നല്ലൊരു വളവും കൂടെ ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ആദ്യം നമ്മുടെ ആ നശിച്ചു പോയ റോസ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ റോസയിലോട്ട് നമ്മുടെ ഒരു എന്താ പറയുക സാഫ് ഒന്ന് കുഴമ്പ് രൂപത്തിലാട്ടി മിക്സ് ചെയ്തൊരു ബ്രഷ് വെച്ച് അവിടെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ആ മൊത്തം താഴോട്ടും ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ്. നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കണം. ആ ഒരു കട്ട് ചെയ്ത ഭാഗത്തോട്ട് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചാൽ പിന്നീട് ആ കമ്പ് ഒരിക്കലും കറക്കത്തില്ല കേട്ടോ. അതിൻ്റെ വേരിലോട്ടും എല്ലാം ഞാൻ ഒന്നുകൂടെ തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം ഞാനിത് എങ്ങനെയാണ് ചെയ്തെടുത്തതെന്ന് നിങ്ങളെ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാവരും എന്ത് ചെയ്യുന്നറിയാം, ഇങ്ങനെ റോസകളൊക്കെ ഇങ്ങനെ ശേഖരങ്ങളെല്ലാം പോയിട്ട് ഇങ്ങനെ കമ്പ് കറുത്ത് വരുമ്പോഴേ എല്ലാവരും പറയും എൻ്റെ റോസ പോയി, ഇനി അത് പോയി എന്ന് പറഞ്ഞാൽ അതിനെ മൈൻഡ് ചെയ്തില്ല. അത് അവിടെ നിന്നിട്ട് അങ്ങ് പൂർണ്ണമായിട്ടും കറുത്ത് പോവും. പിന്നെ കമ്പ് അങ്ങ് ഉണങ്ങി പോകും അല്ലേ. അപ്പം നിങ്ങളങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ കമ്പൊന്ന് ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇപ്പുറത്തെ സൈഡിലൊക്കെ ഒരു പച്ചപ്പ് കാണും. അപ്പം നിങ്ങൾ വേഗം തന്നെ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. എൻ്റെ ഈ റോസ കണ്ടോ, ഇതുപോലെ ഒന്നുമില്ല, ഒരു ചെറിയൊരു പച്ചപ്പുണ്ട്, കമ്പുകൾ കറുത്ത് നിൽക്കുവാണ്. അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് സാഫ്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും കാര്യമുള്ളൊരു കാര്യമാണ് സാഫ് അല്ലേ. ഏറ്റവും നല്ലതാണ് ഇതുപോലെ വരുന്ന ഒരു അവസരത്തിൽ നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താലായിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുള്ള ഉണങ്ങിയ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളയണം. അതിൻ്റെ വേരും ആ ഒരു പച്ചപ്പുള്ള ചെറിയ ഭാഗവും മാത്രം നിർത്തണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ നല്ല വൃത്തിയായിട്ട് നല്ല കുഴമ്പ് രൂപത്തിലെടുത്തിട്ട് ഒരു ബ്രഷ് ധാരാളം മതി, കൈകൊണ്ട് തേക്കണ്ട, ബ്രഷ് കൊണ്ട് തേച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പുരട്ടാൻ സാധിക്കും. ഇത് മൊത്തം നമ്മൾ ഈ ഒരു ശിഖരം ഉള്ള ശിഖരം മൊത്തം അങ്ങ് കമ്പ് മൊത്തം അങ്ങ് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള ഇതിപ്പോൾ തേച്ച് പിടിപ്പിക്കുന്നതാണ്. വേറെണ്ണത്തിന് ഞാൻ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ ശേഷമുള്ളൊരു റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. നല്ലൊരു റിസൾട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഞാൻ. അപ്പം ഇതുപോലെ തന്നെ ചെയ്ത് വന്ന റോസയാണിത്. ഇതുപോലെ ഇപ്പുറത്തെ കാണുന്നില്ലേ, അതുപോലെ തന്നെ ഇരുന്ന ഒരു റോസയാണിത്. ഇതിനെ ഞാൻ നല്ല പൂക്കളുമായി, നല്ല വലിയ പൂക്കളുമാണ് ഉണ്ടാകുന്നത്. നല്ല കിളിർപ്പുകളും നല്ല തളിർപ്പുകളും വന്നു, മുട്ടുകളും വന്നു, പൂക്കളും വന്നു. ആ ഒരു നല്ലതായിട്ട് കട്ട കുത്തി പൂത്തിരുന്ന റോസയാണ്.
രണ്ടാമത്തെ ഞാൻ കാണിക്കാം. ഇതുപോലെ തന്നെ ശിഖരം ഇങ്ങനെ നിന്നൊരു റോസയാണ്. അതിൽ നിന്നും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ പുതിയ തളിർപ്പ് വരുന്നുണ്ട്. ഇതുണ്ടോ, പുതിയ തളിർപ്പ് വരുന്നത് ശേഖരം വന്നതിന് ശേഖരത്ത് കുറച്ച് എന്താ പറയുക, ഈ ഒരു ഇല അതിൽ വന്നാണ്, ശേഖരം വന്നാണ്. അപ്പോൾ ഇതിൽ പുഴുക്കൾ കയറി കടിച്ചതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും അവിടുന്ന് പുതിയ തളിർപ്പ് വന്നു. അപ്പം നല്ല റിസൾട്ടാണ് അതിന്. ഇതുപോലെ നിങ്ങൾ ചെയ്യണം. ഒരിക്കലും റോസ എടുത്ത് കളയരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ ഈ എന്തായാലും ഈ ഒരു റോസ പോയ റോസയായിരുന്നു. അതിനിപ്പം പൂക്കളും വന്നിട്ടുണ്ട്, മൊട്ടും വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നല്ലൊരു വളം കൊടുക്കുകയാണ്. ഇത് എമർജൻസി ആയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വളമാണ്. നല്ലപോലെ പൂക്കൾ ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു വളമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇട്ട് കൊടുക്കണം. അതായത് നമ്മൾ തേയിലയുടെ ചെടി നമ്മൾ രാവിലെ ചായ വെക്കുമ്പോഴത്തേനും മധുരം ഇടാത്ത, നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല ഗ്ലാസ്സിലോട്ട് മധുരം ഇടുന്നവരാണെങ്കിൽ, അതായത് അതിനകത്ത് ഒട്ടും എല്ലാം കൂടെ മധുരം ഇടരുത്. എന്നിട്ട് ആ തേയിലച്ചെടി നമ്മൾ ഒരു അരിപ്പയിൽ ഇങ്ങനെ അരിച്ചെടുക്കത്തില്ലേ, അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് അത് അതുപോലെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കണം. വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ മുട്ടത്തോടും ഉള്ളിത്തൊലിയും വെളുത്തുള്ളിയുടെ തൊലിയും കൂടെ നേരത്തെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു കൈപിടി, ഈ ഒരു നമ്മുടെ ഒരു തേയിലയുടെ ചണ്ടിയും ഒരു കൈപിടി എടുത്തു, ഉണങ്ങിയതാണ്. അതും എടുത്തിട്ട് ഇത് നല്ലപോലെ ഇതിൻ്റെ ചൂടെല്ലാം നല്ലതായിട്ട് വൃത്തിയാക്കി കാടും എല്ലാം പറിച്ച് കളഞ്ഞാൽ ചുറ്റിനുമുള്ള അതെല്ലാം പറിച്ചിട്ടേ ഇടാവുള്ളൂ. എന്നിട്ട് ഇത് നല്ല ചുറ്റോട് ചുറ്റും ഒരു കൈപിടി നിറച്ചങ്ങനെ ഞാൻ ഇട്ട് കൊടുത്തേ. നന്നായിട്ട് ഇതുപോലെ ചുറ്റിനും അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഏറ്റവും നല്ലൊരു വളമാണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നല്ല ആർത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ റോസ നശിച്ചു പോയിട്ട് വന്ന റോസയാണ് ഞാൻ എന്താ പറയുക, നമ്മുടെ ആ ഒരു സാഫ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല അറിയുന്നുണ്ട്. അപ്പം തിളർത്ത് വന്ന മുട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആ പോട്ടി മിക്സ് അല്ല, നമ്മുടെ ഒരു വളം പൗഡർ രൂപത്തിലുള്ള വളം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഇതിലും ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് കേട്ടോ മൊത്തം സാവ് തേച്ച് പിടിപ്പിക്കുക. ഒരു ശേഖരം പോലും ഇല്ല, ഉണങ്ങിയ രീതിയിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് അതിനും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണിച്ചു തരാം. പുതിയ തളിർപ്പ് വരുന്നത് ഞാൻ മുമ്പേ കാണിച്ചില്ലേ, പുതിയ തളിർപ്പ് വന്നത് അതുപോലെ തന്നെ ഇതിന് വരും. നിങ്ങൾ ഒരിക്കലും കളയരുത് നിങ്ങളുടെ റോസ. അയ്യോ ഇത് പോയെന്നും പറഞ്ഞ് അതിനെ മൈൻഡ് ചെയ്യാതിരിക്കരുത്. എന്നിട്ട് ബാക്കി വന്ന തേയിലയുടെ ഇതും ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ ഉണക്കി വെക്കണം. ഇടയ്ക്കെടുത്ത് പൂപ്പൽ വരാത്ത രീതിയിൽ ഇതുപോലെ നല്ലതായ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുക കേട്ടോ. ഞാൻ ഉപയോഗിച്ചതിന് ശേഷം ഒന്നുകൂടെ ഉണക്കുവാണ്. എന്നിട്ട് ഞാൻ അടച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. ഇങ്ങനെ നമുക്ക് സൂക്ഷിച്ചിട്ട് നമുക്ക് ചെടിക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഏത് ചെടിക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല റിസൾട്ടാണ്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കാൻ മറക്കല്ല. അടുത്തൊരു വീഡിയോ